ചിലർക്ക് അവനവൻ്റെ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതങ്ങോട്ട് അവിടെ ഇട്ടിട്ട് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. വിജയിക്കുന്നവർ അവരുടെ പണം മാത്രമല്ല, അവരുടെ സമയവും ശ്രദ്ധയും മാനസിക ഊർജവും അതീവ ശ്രദ്ധയോടെയാണ് സംരക്ഷിക്കുന്നത്. ഞാൻ ഓയിച്ച് റഹ്മാൻ, നിങ്ങളുടെ ഇന്നർ പവർ കോച്ച്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലയേറിയ വിഭവം പണമാണോ? ഊർജമല്ലേ? ഊർജമുണ്ടെങ്കിൽ പണം വീണ്ടും സമ്പാദിക്കാം, അല്ലേ? പക്ഷേ നഷ്ടപ്പെട്ട സമയവും ശ്രദ്ധയും തിരികെ ലഭിക്കുമോ? പൈസ പിന്നെ ഉണ്ടാക്കാം, അല്ലെ? സമയം ശ്രദ്ധയൊക്കെ പിന്നെ നഷ്ടപ്പെട്ട നമുക്ക് തിരിച്ചു കിട്ടും. അതുകൊണ്ടാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളുള്ളവർക്ക് ഊർജ സംരക്ഷണം എന്നുള്ളത് അതിനെ ഒരു വെറും ശീലമെന്ന് മാത്രം പറഞ്ഞ പോരാ, അതൊരു ജീവിത രീതിയാണ്. ഇന്നു മുതൽ നിങ്ങളുടെ ഊർജത്തെ സംരക്ഷിക്കാൻ ഈ 7 കാര്യങ്ങളൊന്ന് പരിശീലിക്കാം. 1. എല്ലാ ക്ഷണങ്ങൾക്കും അതേ എന്ന് പറയരുത്. ഓരോ മീറ്റിങ്ങും, ഓരോ ഫോൺ കോളും, ഓരോ പരിപാടിയും അത് എന്തു തന്നെയായാലും നിങ്ങളുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ടതാണോ എന്ന് ആദ്യം ചോദിക്കുക. അല്ലെങ്കിൽ അത് വിനയത്തോടെ നിരസിക്കാൻ പഠിക്കുക. ഇല്ല എന്ന് പറയാൻ കഴിയാത്തവർക്ക് അതേ എന്ന് ജീവിക്കാൻ കഴിയില്ല. അത് അവരുടെ ജീവിതം യെസ് ആയിരിക്കില്ല, അവരുടെ ജീവിതം തന്നെ ഒരു നോ ആയിരിക്കും. 2. പരാതികളിൽ നിന്ന് അകലം പാലിക്കുക. ചില ആളുകൾക്ക് എല്ലാ ദിവസവും പുതിയ പരാതികളാണ്. അവരുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം. പക്ഷേ ചില ഘട്ടങ്ങളിൽ നമ്മളത് ചെയ്യേണ്ടി വരും. പക്ഷേ അവരുടെ ആ മനോഭാവം ഉണ്ടല്ലോ, അത് ഏറ്റെടുക്കരുത്. പരിഹാരം തേടുന്നവരോടൊപ്പം, നമ്മൾ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നവരുടെ കൂടെയല്ല, പരിഹാരം തേടുന്നവരോടൊപ്പം നമ്മൾ സമയം ചെലവഴിക്കും. പരാതി മാത്രം പറയുന്നവരോടൊപ്പം ജീവിതം ചെലവഴിക്കരുത്. എപ്പോഴും സാധ്യമില്ലെന്ന് എനിക്കറിയാം. ഏതായാലും നമ്മുടെ ജീവിത രീതി അതായി മാറരുത്. 3. നിങ്ങളുടെ ഓരോ ദിവസവും രാവിലെ ഉണ്ടല്ലോ, പ്രഭാതം, അതിനെ സംരക്ഷിക്കണം. ഉണർന്ന ഉടനെ സോഷ്യൽ മീഡിയയിലേക്കോ നെഗറ്റീവ് വാർത്തകളിലേക്കോ അനാവശ്യ സന്ദേശങ്ങളിലേക്കൊന്നും ചാടരുത്. ആദ്യത്തെ 1 മണിക്കൂർ അത് നിങ്ങളുടെ മനസ്സിനും നിങ്ങളുടെ ശരീരത്തിനും നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കും വേണ്ടി മാറ്റി വെക്കണം. അല്ലാത്ത കാര്യം പറയട്ടെ, ഡിജിറ്റൽ അതിർത്തികൾ സൃഷ്ടിക്കുക. ഓരോ നോട്ടിഫിക്കേഷനും നിങ്ങളുടെ ശ്രദ്ധ ഇങ്ങനെ മോഷ്ടിക്കുകയാണ്. ദിവസത്തിൽ നിശ്ചിത സമയങ്ങളിൽ മാത്രം സന്ദേശങ്ങളും സോഷ്യൽ മീഡിയയും പരിശോധിക്കുക. നിങ്ങളുടെ ഫോൺ നിയന്ത്രിക്കണം, ഫോൺ നിങ്ങളെ നിയന്ത്രിക്കരുത്. 5. കാര്യം, നിങ്ങളെ വളർത്തുന്ന ആളുകളെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. അത് നിങ്ങളെ ചുറ്റുമുള്ള ആൾക്കാർ ആരായിരിക്കണം വെച്ചാൽ നിങ്ങളെ വളർത്തുന്ന ആളുകളായിരിക്കണം. നിങ്ങളുടെ ചിന്തകളെ രൂപപ്പെടുത്തുന്ന വലിയ സ്വപ്നങ്ങൾ കാണുന്നവരോടൊപ്പം നടക്കുക. പഠിക്കാൻ ആഗ്രഹിക്കുന്നവരോടൊപ്പം സമയം ചെലവഴിക്കുക. വളർച്ചയെക്കുറിച്ച് സംസാരിക്കുന്നവരോടൊപ്പം മാത്രം, അവരോട് മാത്രം ബന്ധം നിലനിർത്തുക. 6. കാര്യം പറയട്ടെ, ശരീരത്തിൻ്റെ ഊർജം സംരക്ഷിക്കുക. അത് മതിയായ ഉറക്കം, ശരിയായ ഭക്ഷണം, വ്യായാമം, ശ്വാസാഭ്യാസം, ഇവ വെറും ആരോഗ്യശീലങ്ങളല്ല, നിങ്ങളുടെ മാനസിക പ്രകടനത്തിൻ്റെ അടിത്തറയാണത്. 7. ദിവസം ഒന്ന് സ്വയം വിലയിരുത്തുക. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് സ്വയം ചോദിക്കുക, ഇന്ന് എൻ്റെ ഊർജം വർദ്ധിപ്പിച്ചത് എന്താണ്? ഇന്ന് എൻ്റെ ഊർജം ചോർത്തിയത് എന്താണ്? നാളെ ഞാൻ ഇതിൽ എന്ത് മാറ്റം വരുത്തണം? ഈ ഒരു ശീലം മാത്രം മതി നിങ്ങളുടെ ജീവിതത്തെ പതിയെ പതിയെ മാറ്റിമറിക്കാൻ. ഒരു കാര്യം ഒന്ന് ഓർമ്മിക്കുക, ഊർജം സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് സ്വാർത്ഥത എന്നല്ല, അത് നമ്മുടെ ഉത്തരവാദിത്വം. കാരണം നിങ്ങൾ ക്ഷീണിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റാരെയും നയിക്കാൻ കഴിയില്ല. നിങ്ങൾ ശക്തരായിരിക്കുമ്പോഴാണ് കുടുംബത്തിനും ടീമിനും സമൂഹത്തിനും കൂടുതൽ മൂല്യം നൽകാൻ നിങ്ങൾക്ക് കഴിയുന്നത്. എൻ്റെ രാവിലത്തെ IAS പരിശീലനത്തിൽ ഊർജത്തിനെ മാനേജ് ചെയ്യുന്നതിനാണ് നല്ല പ്രാധാന്യം നൽകുന്നത്. ദിവസവും രാവിലെ നടക്കുന്ന ഈ ലൈവ് സെഷനിൽ നമ്മൾ ചെയ്യുന്ന പരിശീലനങ്ങൾ, അതിൽ പങ്കെടുക്കുന്നവരുടെ ശ്രദ്ധ വർദ്ധിപ്പിക്കാനും സമയത്തിനെ കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കാനും മാനസിക ഊർജ്ജം സംരക്ഷിക്കാനും ഉയർന്ന പ്രകടനശേഷി നിലനിർത്താനും സഹായിക്കുന്ന രീതികളാണ് പരിശീലിപ്പിക്കുന്നത്. നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് നിങ്ങളുടെ മനസ്സാണ്. അതിൻ്റെ ഏറ്റവും വലിയ ശക്തിയോ നിങ്ങളുടെ ഊർജ്ജം. ആ ഊർജ്ജത്തെ സംരക്ഷിക്കാൻ നിങ്ങൾ പഠിച്ചാൽ നിങ്ങളുടെ തീരുമാനങ്ങൾ മാറും, നിങ്ങളുടെ പ്രകടനം മാറും, നിങ്ങളുടെ ജീവിതവും മാറും. നിങ്ങളും നിങ്ങളുടെ വ്യക്തിപരവും തൊഴിൽപരമായ ജീവിതത്തെ അടുത്ത തലത്തിലേക്ക് ഉയർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ യാത്രയിൽ നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കാരണം ജീവിതത്തിൽ വിജയിക്കുന്നത് ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നവരെല്ലാം നമുക്കറിയാം, ഏറ്റവും ബുദ്ധിപൂർവ്വം സ്വന്തം ഊർജത്തെ കൈകാര്യം ചെയ്യുന്നവരാണ്. അടുത്ത വീഡിയോയിൽ പെരിഗ്രീൻ ഫാൽക്കൺ എന്ന ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ പക്ഷിയുടെ ഏകാഗ്രതയും ലക്ഷ്യബോധവും വിജയത്തിൻ്റെ മനഃശാസ്ത്രവുമായി ബന്ധിപ്പിച്ച് ഒരു ലക്ഷ്യം തിരഞ്ഞെടുത്താൽ അതിലേക്ക് എങ്ങനെ അചഞ്ചലമായി മുന്നേറാം എന്ന് നമ്മൾ പഠിക്കും. ആ വീഡിയോ മിസ് ചെയ്യരുത്.